ഹലോ, ഐ എം അമ്പിളി ശ്രീനിവാസൻ. ടീച്ചേഴ്സ് അക്കാഡമിയിൽ നിന്നും OET എല്ലാ മൊഡ്യൂൾസിലും B സ്കോർ കിട്ടിയ സ്റ്റുഡൻ്റാണ്. എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ് ഞാൻ ടിജൂസിനെ പറ്റി ആദ്യം അറിയുന്നത്. അതിനു മുമ്പ് ടിജു സാറിൻ്റെ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ടിജൂസിൽ ജോയിൻ ചെയ്തപ്പോൾ മാത്രമാണ് എനിക്കതിൻ്റെ സ്പെഷ്യാലിറ്റി മനസ്സിലാക്കാൻ സാധിച്ചത്. ടിജൂസിലെ 4 മോഡ്യൂൾസിനും അവർ സെയിം ഇമ്പോർട്ടൻസ് ആണ് നൽകുന്നത്. കൂടുതൽ കുട്ടികൾക്കും പാടുള്ള ഒരു മൊഡ്യൂളാണ് റൈറ്റിംഗ്. സാറിൻ്റെ ബേസിക് ഗ്രാമർ സെഷൻസും OET ഗ്രാമർ സെഷൻസും കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ലെറ്റർ റൈറ്റിംഗ് കറക്ഷൻ ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ അദ്ദേഹം അത് എടുത്തു പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാറിൻ്റെ ബേസിക് ഗ്രാമർ സെഷൻസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്പീക്കിങ്ങിന് പേടി കൂടാതെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റ് 2 മൊഡ്യൂൾസ് സ്പെഷ്യലി ലിസണിങ്, റീഡിങ്, അതിന് സാറിൻ്റെ ബേസിക് ഗ്രാമർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ലിസണിങ്, റീഡിങ് വളരെ പ്രയാസകരമായ ഒന്നായിരുന്നു. പക്ഷേ ഗ്രാമർ പഠിച്ചതിന് ശേഷം മാത്രമാണ് എന്താണ് അതിൽ ശരിക്കും വേണ്ട കാര്യമെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. പിന്നെ ദീപ്തി മാമിൻ്റെ റൈറ്റിംഗ് സെഷൻസ് അത് എടുത്തു പറയാതെ വയ്യ. കാരണം റൈറ്റിംഗ് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. OET ഗ്രാമറും സാറിൻ്റെ ബേസിക് ഗ്രാമറും കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും റൈറ്റിങ്ങിന് പേടി കൂടാതെ അപ്രോച്ച് ചെയ്യാനും പറ്റും. എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ സ്കോറ്. കാരണം ഇത് കറക്റ്റായിട്ട് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും B സ്കോർ നേടാൻ സാധിക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. സോ താങ്ക് യു ഓൾ ടിജൂസ് ടീം ഫോർ ദ ഗ്രേറ്റ് സപ്പോർട്ട്, സ്പെഷ്യലി ടിജു സാർ ആൻഡ് ദീപ്തി മാം, പിന്നെ എൻ്റെ ഇൻഡിവിജ്വൽ ട്യൂട്ടർ. താങ്ക് യു സോ മച്ച്.